ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേരുടെ അടുത്ത് കാലിന്റെ നഖം വളരാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് പൊട്ടിപ്പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് കുറെ റെമഡീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കയ്യിന്റെ നഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരോ പണി എടുക്കുന്ന സമയത്താണെങ്കിലും വീട്ടമ്മമാരാണെങ്കിൽ പ്രത്യേകിച്ച് നഖം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കാലിന്റെ നഖം വളരാതിരിക്കുന്നത്, അതുപോലെ തന്നെ കാലിന്റെ നഖം നല്ല രീതിക്ക് വളർത്തി ഫിൽട്ടക്സ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി കൊണ്ട് നടക്കാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടാവും. അപ്പൊ ആ റെമഡീസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത്, ഒരിക്കലും നെയിൽ നമ്മൾ കോണായിട്ട് കട്ട് ചെയ്യാതിരിക്കുക. അത് നമ്മളെ നെയിലിന്റെ ഗ്രോത്തിനെ ഇൻഗ്രോം ചെയ്യും. അതായത് നമ്മളെ നെയിലിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാവില്ല. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നഖത്തിനെ കട്ട് ചെയ്ത് വളർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് വളരുകയും ചെയ്യും. നമ്മളെപ്പോഴും നമ്മളെ കാലിന്റെ നഖത്തിനെ, മീൻസ് കയ്യിന്റെ നഖം ആയിക്കോട്ടെ, നമ്മളെപ്പോഴും ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. അതുപോലെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മളെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ നമുക്ക് നമ്മളെ നഖം വളർത്താൻ സാധിക്കും. അതിന് പറ്റുന്ന ഒരു കാര്യം, നമ്മൾ എല്ലാവരെയും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമാണ് എന്ത്, കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. ഈ കോക്കനട്ട് ഓയിൽ നമ്മൾ എന്ത് ചെയ്യാം, കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾ കാസ്റ്റർ ഓയിൽ കിട്ടുന്ന, അതായത് ആവണക്കെണ്ണ എന്ന് പറയും, ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഡെയിലി രാത്രി നിങ്ങൾ കിടക്കാൻ നേരത്ത് കാലിന്റെ നഖത്തില് തേച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ്സ് റബ്ബ് ചെയ്ത് കൊടുക്കുക, ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തിട്ട് അത് ലീവ് ചെയ്യാം. ഇങ്ങനെ ഡെയിലി നമ്മൾ ചെയ്യണം. ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ നഖം നല്ല രീതിക്ക് സ്ട്രോങ് ആവാനും, അതുപോലെ തന്നെ മോയ്സ്ചർ ആയിട്ടിരിക്കാനും, ഈ ബ്രേക്കേജസ്, അതായത് നഖം പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഇത് സഹായിക്കും. അതുപോലെ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതായത് കടല, മുട്ട, അതുപോലെ പയർ എന്നിവ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ബയോട്ടിൻ, വിറ്റാമിൻ ഇ, അതുപോലെ സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ധാരാളം വെള്ളം കുടിക്കുക. ഈ വെള്ളം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഏറ്റവും നല്ലതാണ്. നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ വെള്ളം എന്ന് പറയുന്ന സാധനത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുക. വെള്ളം കുടിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ചൂടും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ വരാനും, അതുപോലെ തന്നെ പല രീതിയിലുള്ള ഇപ്പൊ മൂത്രപ്പഴുപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഡെയിലി വെള്ളം കുടിക്കുക. ഞാൻ മറന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മളെ ഫംഗൽ ഇൻഫെക്ഷൻസ്, അതുപോലെ മേലുള്ള ഇച്ചിങ്, അതായത് നമ്മളെ നഖത്തിന്റെ ഇടയിലുള്ള ഇച്ചിങ് പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് കാല് സോക്ക് ചെയ്ത് വെക്കുക. എങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം? ആദ്യം നമ്മൾ കുറച്ച് ഇളം ചൂടുവെള്ളം, നമ്മളെ കാലിന് താങ്ങാൻ പറ്റുന്ന ചൂടുവെള്ളം എടുക്കുക. അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. 10-15 മിനിറ്റ് നമ്മൾ കാൽ അങ്ങനെ സോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, കാലിന്റെ ഉള്ളിൽ, അതായത് നഖത്തിന്റെ ഉള്ളിലുള്ള ചെളികളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് കാലൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കുക. നല്ല രീതിക്ക് തന്നെ നമ്മളുടെ നെയില് വളരാനും നമ്മളെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ മാറാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർലിക് ഇല്ലേ, ഗാർലിക് മീൻസ് അറിയാലോ, വെളുത്തുള്ളി. അത് ഒന്ന് ഒരൊറ്റ സെറ്റ് കൊടുക്കുക, ചെത്തിയിട്ട് അതൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക അതിന്റെ അടിഭാഗം. എന്നിട്ട് നഖത്തിന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അത് നമ്മളെ കൈയിന്റെ നഖത്തിലും ചെയ്യാം, അതുപോലെ കാലിന്റെ നഖത്തിലും ചെയ്യാം. നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് നമ്മളെ നെയിലിന് നല്ല സ്ട്രോങ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മളുടെ നെയിലിന്റെ ഉള്ളിലായിട്ട് ഉണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് അതൊക്കെ മാറാൻ വേണ്ടിയിട്ടും സഹായിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടായിട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യും കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.